ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുളകിട്ട കറിയാണ്, മത്തി മുളകിട്ട കറിയാണ്. അതിന് മത്തിയൊക്കെ നന്നാക്കി കഴുകി വെച്ചതാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി, മാങ്ങ, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി. ഉള്ളി ഒരു ചെറിയ ഉള്ളി എടുത്താൽ മതി. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ഇടുക. ഒന്നിച്ചിട്ടാൽ മതി. ഇങ്ങനെ എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞരടിയിട്ടെടുക്കുക. നന്നായിട്ട് ഞരടിയെടുക്കുക. അതെന്താ വെച്ചാൽ എന്താണെന്നോ ഇങ്ങനെ ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഈ ഉപ്പും എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി ചെന്നിട്ട് അതത് പച്ചയ്ക്ക് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. സാധാരണ വഴറ്റിയിട്ടാണ് ചെയ്യുക. ഇന്ന് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഒരു സ്പൂൺ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ഒന്നും കൂടെ കൈകൊണ്ട് നല്ലോണം ഞരടിയിട്ട് എടുക്കുക. ഞരടുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ പറയുക ഞരടിയിട്ടെന്ന് ആണ്. പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം ഒഴിക്കുക. മാങ്ങ ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി. പുളി ഉള്ളത് കൊണ്ട് മാങ്ങ ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി. ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഗ്യാസ് കത്തിച്ച് ഗ്യാസുമ്മേൽ വെച്ച് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് വെന്ത് വന്നു. അതിലേക്ക് നന്നാക്കി വെച്ച മത്തി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിക്ക്, കപ്പയ്ക്ക് എല്ലാം കഴിക്കാനാണ്. ചോറിനും ഒക്കെയ്ക്കും കഴിക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.